മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാ രചിച്ച അൽ മുലഖ്ഖസുൽ ഫിഖ്ഹി കർമ്മശാസ്ത്ര സംഗ്രഹം എന്ന ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമസ്കാരവുമായി ബന്ധപ്പെട്ട അധ്യായങ്ങളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനം വായിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം ജമാഅത്ത് ആയി നമസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്, അതിൻ്റെ ശ്രേഷ്ഠത എന്താണ്, അതിനെ സംബന്ധിച്ചാണ്. അതിന് ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദർസിൽ സംസാരിച്ചു. ജമാഅത്തായി പുരുഷന്മാർ നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. നിർബന്ധമായും 5 നേരത്തെ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കണം എന്നാണ് പറഞ്ഞത്. അതിനുള്ള ചില ദലീലുകളും നമ്മൾ എന്ത് ചെയ്തിരുന്നു, കഴിഞ്ഞ ദർസിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും മുസന്നിഫ് ഹഫിദഹുല്ലാ പറയുകയാണ്, وقد كان وجوب صلاة الجماعة مستقرا عند المؤمنين من صدر هذه الأمة. മറ്റൊരു തെളിവ് പറയുന്നത് ഇതാണ്, ഈ ഉമ്മത്തിൻ്റെ തുടക്കം മുതൽ മുഅ്മിനീങ്ങളുടെ അടുക്കൽ ജമാഅത്ത് നമസ്കാരം അതവരുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് അവരുടെ അടുക്കൽ മുസ്തഖിറാണ്, സ്ഥിരമായി അവർ മനസ്സിലാക്കുന്ന, പാരമ്പര്യമായിട്ട് കൈമാറിപ്പോന്നു വന്നിരിക്കുന്ന ഒന്നാണ്. ജമാഅത്ത് നിർബന്ധമാണ് നമസ്കാരത്തിന് എന്നുള്ളത് അത് മുഅ്മിനീങ്ങളുടെ അടുക്കൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. എപ്പോൾ മുതൽ? ഈ ഉമ്മത്തിൻ്റെ തുടക്കകാലം മുതൽ അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബികളിൽപ്പെട്ട പ്രമുഖനാണ്. അദ്ദേഹം പറയുന്നത് കാണാം, വലഖദ് റഅയ്തുനാ, ഞങ്ങളെ കണ്ടിരുന്നു, വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. അതായത് ജമാഅത്തിൽ നിന്ന് ഞങ്ങളിൽ ഒരാൾ എന്ത് ചെയ്യുമായിരുന്നില്ല, പിന്മാറി നിൽക്കുമായിരുന്നില്ല, നിഫാഖ് കൊണ്ട് അറിയപ്പെട്ടവനല്ലാതെ. കപടത കൊണ്ട് അറിയപ്പെട്ട ആളുകൾ മാത്രമേ സഹാബികളുടെ കാലത്ത് ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് എന്ത് ചെയ്യുമായിരുന്നുള്ളൂ, മാറി നിൽക്കുമായിരുന്നുള്ളൂ. വലഖദ് കാന അർ-റജുലു യുഅ്താ ബിഹി യുഹാദാ ബൈന അർ-റജുലൈനി ഹത്താ യുഖാമ ഫി സ്വഫ്. ഞങ്ങളിൽ ഒരാൾ, അദ്ദേഹത്തിന് നടക്കാൻ പ്രയാസമുണ്ടായിരുന്നാൽ, അദ്ദേഹത്തിന് പ്രയാസകരമായ രോഗം ബാധിച്ച 2 ആളുകളുടെ ചുമലിൽ ഇങ്ങനെ എന്ത് ചെയ്യുമായിരുന്നു, താങ്ങിക്കൊണ്ട് അദ്ദേഹത്തെ നമസ്കാരത്തിന് വേണ്ടി കൊണ്ടുവരപ്പെടുകയും സഫിൽ കൊണ്ടുപോയി നിർത്തുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് നിർബന്ധമായതുകൊണ്ടാണ്. ഫദല്ല ദാലിക അലാ ഇസ്തിഖറാരി വുജൂബിഹാ ഇൻദ സ്വഹാബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ അടുക്കൽ ഇത് നിർബന്ധമാണ് എന്നുള്ള ബോധമുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇവരങ്ങനെ ചെയ്തത്. മാത്രമല്ല, വലം യഅലമു ദാലിക ഇല്ലാ മിൻ ജഹത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബിയിൽ നിന്നാണ് അവർ മനസ്സിലാക്കിയത്. ഇങ്ങനെ നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്ന് നബിയിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. വമഅലൂമുൻ അന്ന കുല്ല അംരിൻ ലാ യതഖല്ലഫു അൻഹു ഇല്ലാ മുനാഫിഖുൻ യകൂനു വാജിബൻ അലൽ അഅയാൻ. മാത്രമല്ല, ഇവിടെ ഒരു നിയമം കൂടിയുണ്ട്, ഒരു പൊതു ഖായിദ. എന്താണിത്? ഏതൊരു കൽപ്പനയും ഏതൊരു കാര്യവും ഒരു മുനാഫിഖ് അല്ലാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ഏത് കാര്യവും യകൂനു വാജിബൻ അലൽ അഅയാൻ, അത് എന്താണ്, വ്യക്തികളുടെ മേൽ വ്യക്തിപരമായി നിർബന്ധമാകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവൻ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവൻ മുനാഫിഖാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? നിർബന്ധമായ കാര്യമായിരുന്നു. അതിൽ വീഴ്ച വരുത്തിയപ്പോഴാണ് അവൻ, അല്ലെങ്കിൽ സുന്നത്തായ ഒരു കാര്യത്തിന് ഒരാൾ വീഴ്ച വരുത്തിയാൽ പിന്നെ അവൻ മുനാഫിഖ് എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിർബന്ധമായ കാര്യമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് നിഫാഖുള്ളവർ മാത്രം മാറി നിൽക്കാൻ കാരണം. വറവൽ ഇമാമു അഹ്മദ് വഗൈറുഹു മർഫൂഅൻ. ഇമാം അഹ്മദും അതേ പ്രകാരം മറ്റുള്ളവരും എല്ലാം ഉദ്ധരിക്കുന്നത് കാണാം, അൽ ജഫാഉൽ കുല്ലുൽ ജഫാഇ വൽ കുഫ്റു വൻ നിഫാഖു മൻ സമിഅ മുനാദില്ലാ യുനാദി ബിസ്സലാത്തി യദ്ഉ ഇലൽ ഫലാഹി വലാ യുജീബു. മുഴുവൻ വലിയ നാശം, അല്ലെങ്കിൽ എന്താണ്, അലസത, കുഫർ, നിഫാഖ്, അതെല്ലാം ഉണ്ട്. ആർക്കാണ്? മൻ സമിഅ മുനാദില്ല, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വിളിക്കുന്ന ഒരാളെ അവൻ കേൾക്കുന്നു, ബിസ്സലാത്ത് നമസ്കാരത്തിന്, യദ്ഉ ഇലൽ ഫലാഹ്, ഇദാ ഹയ്യ അലൽ സ്വലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു പറയണത് അവൻ കേൾക്കുന്നുണ്ട്. വലാ യുജീബു, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, അതിന് മറുപടി പറയുന്നില്ല. എങ്കിൽ എന്താണ്, മുഴുവൻ അവർക്ക് നാശം,
അല്ലെങ്കിൽ അവർ വലിയ അലസതയാണ് കാണിച്ചിരിക്കുന്നത്, കുഫറാണത്, നിഫാഖാണ് എന്ന് ഇമാം അഹ്മദ് റഹ്മഹുല്ലാ ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ കാണാം. മാത്രമല്ല വഹബത്ത ഹദീസുൻ ബിദാലിക്, ഈ വിഷയത്തിൽ ഒരു ഹദീസുണ്ട്, യദുല്ലാഹി അലൽ ജമാഅ, ജമാഅത്തായിട്ട് സംഘമായി നമസ്കരിക്കുന്നവരിലാണ് അള്ളാഹുവിൻ്റെ സഹായം. ഫമൻ ഷദ്ദ ഷദ്ദ ഫിന്നാർ, ഫമൻ ഷദ്ദ ഷദ്ദ ഫിന്നാർ, ആരെങ്കിലും ഒറ്റക്കെട്ടേക്ക് വേറെ വേറെയാണ് എങ്കിൽ അവൻ നരകത്തിലേക്ക് എന്ത് ചെയ്യും, ആ രീതിയിൽ ഒറ്റപ്പെടുത്തപ്പെടും, എറിയപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ചോദിക്കപ്പെട്ടു ഒരാളെ കുറിച്ച്, യഖൂമുൽ ലൈല വയസൂമുൻ നഹാർ, അദ്ദേഹം രാത്രിയിൽ കുറേ നമസ്കരിക്കും, പകൽ പലപ്പോഴും നോമ്പെടുക്കും, അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് ചോദിച്ചു. വലാ യഹ്ദുറുൽ ജമാഅ, പക്ഷേ എന്ത് ചെയ്യില്ല, ജമാഅത്തിന് പങ്കെടുക്കുകയില്ല. നോമ്പുകാരനാണ്, രാത്രി നമസ്കരിക്കുന്നവനാണ്, പക്ഷെ മുസ്ലിമീങ്ങൾ ഒന്നിച്ച് ജമാഅത്തായി നമസ്കരിക്കുന്ന ജമാഅത്തുകളിൽ അവൻ പങ്കെടുക്കുകയില്ല. ഫഖാൽ, അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ ഫിന്നാർ, നരകത്തിലായിരിക്കും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്, നിർബന്ധമാണ് എന്നുള്ളതിലേക്കാണ്. നസ്അലുല്ലാഹൽ ആഫിയത വത്തൗഫീഖ ലിമഅരിഫത്തിൽ ഹഖ് വത്തിബാഇ ഇന്നഹു സമീഉൻ മുജീബ്. അല്ലാഹു നാം ഏവർക്കും എന്താണ് കാര്യങ്ങൾ ഹക്ക് മനസ്സിലാക്കാനും അതിന് പിന്തുടരാനും ഉള്ള തൗഫീഖിനായി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അവനാണെല്ലാം കേൾക്കുന്നവനും ഉത്തരം പറയുന്നവനും ഉത്തരം നൽകുന്നവനും. ഇനി ഒരാൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നില്ല, നമസ്കരിക്കുന്നില്ല ജമാഅത്തായിട്ട്, എന്നാൽ പിന്നെ അവൻ്റെ വിധി എന്താണ്? ഹുക്കുമുൽ മുതഖല്ലിഫി അൻ സ്വലാത്തിൽ ജമാഅ, നമ്മളത് കുഫ്ർ എന്താണ് പാടില്ലാത്ത കാര്യമാണ്, നിഷിദ്ധമാണെന്ന് പറഞ്ഞു, അത് എന്താണ് നിർബന്ധമായ കാര്യമാണെന്നും പറഞ്ഞു. എന്നാൽ ഇങ്ങനെ ഒരാൾ നമസ്കരിച്ചാൽ ആ നമസ്കാരത്തിൻ്റെ വിധി എന്താ? ഹുക്കുമുൽ മുതഖല്ലിഫി അൻ സ്വലാത്തിൽ ജമാഅ, ജമാഅത്ത് നമസ്കാരത്തെ തൊട്ട് മാറി നിന്ന് നമസ്കരിക്കുന്നവൻ്റെ വിധി. വമാ തനഅഖദു ബിഹി സ്വലാത്തുൽ ജമാഅ, അതേപ്രകാരം തന്നെ ജമാഅത്ത് ആകണമെങ്കിൽ എത്ര ആളുകൾ വേണം എന്നതിനെ സംബന്ധിച്ചും ഉള്ള ഒരു ചർച്ചയാണ്. ഇന്നൽ മുതഖല്ലിഫ അൻ സ്വലാത്തിൽ ജമാഅത്തി ഇദാ സ്വല്ല വഹദ, ജമാഅത്ത് ഇല്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് നമസ്കരിച്ചാൽ ഫലഹു ഹാലത്താൻ, രണ്ടവസ്ഥകളാണ് അവിടെ ഉണ്ടാവുക. ഒന്ന്, അൻ യകൂന മഅദൂറൻ ഫീ തഖല്ലുഫി, അവൻ അങ്ങനെ മാറി നിൽക്കുന്നതിന് അവന് കാരണമുണ്ട്, അവൻ മഅദൂറാണ്, ഉദ്ർ നൽകപ്പെടുന്നവനാണ്, ഏതെങ്കിലും കാരണമുണ്ട്. ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാൻ അവർക്ക് ചില കാരണങ്ങളുണ്ട്. ഏതുപോലെ മറദിൻ, അവൻ രോഗിയാണ്, അല്ലെങ്കിൽ ഔ ഖൗഫിൻ, അല്ലെങ്കിൽ ശക്തമായ പേടിയുണ്ട്, അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകാം, അല്ലെങ്കിൽ കുടുംബത്തിൽ മൊഷ്ടാക്കൾ കൊള്ളക്കാർ കയറുന്ന അവസ്ഥയുണ്ട്, നാട്ടിൽ സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാണ്, അങ്ങനെ പേടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും പേടിയുള്ള സമയം, വലൈസ മിൻ ആദതിഹി അത്തഖല്ലുഫു ലൗലൽ ഉദർ, അവൻ്റെ പതിവിൽ അവനെന്താണ് ജമാഅത്ത് പങ്കെടുക്കുന്നവനാണ്, അവൻ മാറി നിൽക്കുന്നവനല്ല. പക്ഷെ ഇപ്പോൾ അവന് രോഗമുണ്ട്, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഘട്ടമുണ്ട്. എന്നാൽ ഫഹാദ യുക്തബു ലഹു അജ്റു മൻ സല്ലാ ഫി ജമാഅ, അവൻ ഒറ്റയ്ക്ക് നമസ്കരിച്ചാലും ജമാഅത്തായി നമസ്കരിക്കുന്നവർ എത്ര പ്രതിഫലമുണ്ടോ അത് നൽകപ്പെടും എന്നുള്ളതാണ്. എന്താണ് അതിനുള്ള തെളിവ്? ഹദീസിൽ കാണാം, ഇദാ മരിദൽ അബ്ദു ഔ സാഫർ, ഒരു മനുഷ്യൻ, ഒരടിമ, അവന് രോഗം വന്നു, അല്ലെങ്കിൽ അവൻ യാത്രയിലാണ്, എന്നാൽ കുതിബ ലഹു മാ കാന യഅമലു സ്വഹീഹൻ മുഖീമൻ, അവൻ ആരോഗ്യമുള്ള അവസ്ഥയിൽ, നാട്ടിൽ താമസിക്കുന്നവനായ അവസ്ഥയിൽ അവൻ ചെയ്തിരിക്കുന്ന അമലുകൾക്കുള്ള പ്രതിഫലം എന്താണോ അത് എന്ത് ചെയ്യും? രോഗമുള്ള അവസ്ഥയിൽ അവനക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും? നൽകും. അവൻ ആരോഗ്യമുള്ളപ്പോൾ അവൻ ചെയ്തിരിക്കുന്നത് വലിയൊരു ഫضലാണ് അല്ലാഹുവിൻ്റെ. ആരോഗ്യമുള്ള സമയത്ത് ഇബാദാത്തുകൾ ചെയ്യുക, കഴിയുന്നതിൻ്റെ പരമാവധി കൃത്യമായി ഇബാദാത്തുകൾ ചെയ്യുക. കിടപ്പിലായി പോയി എന്നാലും എന്ത് ചെയ്യും? ഓരോ നമസ്കാരങ്ങൾക്കും അവൻ ജമാഅത്തായി നമസ്കരിച്ചതിന് പ്രതിഫലം നൽകപ്പെടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ യാത്രാവേളയിൽ അവനക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, സുന്നത്ത് നമസ്കരിക്കാൻ പറ്റുന്നില്ല, അതൊക്കെയുള്ള പ്രതിഫലം എന്ത് ചെയ്യും? അവന് നൽകപ്പെടും എന്നുള്ളതാണ്. ഇനി ഫമൻ കാന ആസിമൻ അല സ്വലാത്തി മഅൽ ജമാഅ അസ്മൻ ജാസിമൻ, ഇനി ഒരാൾ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ ഉറച്ച തീരുമാനമെടുത്തവനായിരുന്നു, പക്ഷെ വലാകിൻ ഹാല ദൂനഹു വദൂന ദാലിക ഉദ്റുൻ ശർഈ, ശർഈയായ ഏതെങ്കിലും കാരണം അതിനിടയിൽ മറയിട്ടു, അവർക്ക് സാധിച്ചില്ല. ചിലപ്പോൾ എന്ത് ചെയ്തു? അവന് മലമൂത്ര വിസർജനത്തിന് തോന്നി, ആ സമയത്ത് പ്രയാസമായ കണ്ടീഷൻ, എന്നാൽ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതിന് തൊട്ട് ഉദ്റുണ്ട്, അവിടെ ഒരു കാരണമാണ്. അവൻ ആദ്യം അത് നിർവഹിക്കണം, എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമസ്കരിക്കേണ്ടത്. അല്ലെങ്കിൽ അത് ശക്തമായ വിശപ്പുണ്ട്, പ്രയാസകരമായ, അവൻ ഭക്ഷണം കഴിക്കാൻ വലിയ ആഗ്രഹമുണ്ട്, ഭക്ഷണം മുന്നിൽ തയ്യാറാണ്, അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ആദ്യം ഭക്ഷണം കഴിക്കാം. അങ്ങനെ ചില കാരണങ്ങളുണ്ട്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാനബി മനസ്സിലെത്തി മനസ്സല്ലാമ ജമാഅത്തിൽ നീയത്തി തൊയ്യം, അവൻ പക്ഷെ നല്ല ഉറച്ച തീരുമാനമുണ്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കണമെന്ന്, എന്നാൽ എന്ത് ചെയ്യും, അവൻ്റെ ആ നല്ല നെയ്യത്തിന് ജമാഅത്തായിൻ്റെ കൂടെ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം എന്ത് ചെയ്യും, അവന് നൽകപ്പെടുന്നതാണ്. ശറഈൽ അനുവദിക്കപ്പെട്ട ഏതെങ്കിലും കാരണം കൊണ്ടാണ് അവൻ ജമാഅത്ത് നമസ്കരിക്കാതിരുന്നത് എങ്കിലും. രണ്ടാമത്തെ അവസ്ഥ വൽഹാലത്തു സാനിയ അൻ യകൂന തഖല്ലുഫുഹു അനി സ്വലാത്തി മഅൽ ജമാഅത്തി ലിഗൈരി ഉദ്രി, ഒരു കാരണവുമില്ലാതെയാണ് അവൻ ജമാഅത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് നമസ്കരിച്ചത്, ഒരു കാരണവുമില്ല. എന്നാൽ ഫഹാദ ഇദാ സല്ല വഹദ, അങ്ങനെ അവൻ ഒറ്റയ്ക്ക് നമസ്കരിച്ചാൽ തസിഹു സ്വലാത്തുഹു ഇൻദൽ ജംഹൂർ, ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെ അടുക്കലും അവൻ്റെ നമസ്കാരം സഹീഹാണ് എന്നുള്ളതാണ്. നമസ്കാരം എന്താണ്, കോട്ടമൊന്നുമില്ല, നമസ്കാരം സഹീഹാണ് എന്നതാണ്. ലാകിന്നഹു യഖ്സുറു അജ്റൻ അദീമൻ വസവാബൻ ജസീല, അവന് ധാരാളം പ്രതിഫലം നഷ്ടപ്പെടും, അവന് എന്ത് ചെയ്യും, വലിയ നഷ്ടങ്ങൾ അത് മുഖേന സംഭവിക്കും. കാരണം لأن صلاة الجماعة أفضل من صلاة المنفرد ب27 درجة, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ഉണ്ടാർക്ക്. ജമാഅത്തായി നമസ്കരിക്കുന്നതിന് ആ പ്രതിഫലം അവന് ലഭിക്കുകയില്ല. وكذلك يفقد أجر الخطوات التي يخطوها إلى المسجد, മസ്ജിദിലേക്ക് ഒരാൾ നടക്കുമ്പോൾ ഓരോ ചുവടിലും വലിയ പ്രതിഫലമാണ്. ഒരു കാലിലടി വെക്കുമ്പോൾ അവൻ്റെ ഒരു എന്ത് ചെയ്യുന്നു, തിന്മ മായ്ക്കപ്പെടുന്നു, അവൻ്റെ ദറജ ഉയർത്തപ്പെടുന്നു. ഇങ്ങനെ വലിയ പ്രതിഫലമുണ്ട്. ഇതെല്ലാം അവന് നഷ്ടമായി പോകും ഒറ്റയ്ക്ക് നമസ്കരിച്ചാൽ. മാത്രമല്ല ഇങ്ങനെ ഈ പ്രതിഫലം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, പിന്നെയോ അവൻ പാപിയും കാണും, അവന് കുറ്റവുമുണ്ട്. കാരണം എന്താ, അവന്റെ മേൽ നിർബന്ധമായ ഒരു കാര്യം ഒരു കാരണവുമില്ലാതെ അവൻ എന്ത് ചെയ്തു, ഉപേക്ഷിച്ചു എന്നുള്ള കാരണത്താൽ അവൻ എന്തുണ്ട്, അവൻ കുറ്റവുമുണ്ട്. അതുകൊണ്ട് മാത്രമല്ല വർത്തകബ മുൻകറൻ യജിബു ഇൻകാറുഹു അലൈഹി വതഅദീബുഹു മിൻ ഖിബലി വലിയിഹി, അതുകൊണ്ട് എന്താണ്, അവൻ ഒരു തിന്മ ചെയ്തിരിക്കുന്നു. യജിബു ഇൻകാറുഹു അലൈഹി വതഅദീബുഹു മിൻ ഖിബലി വലിയിൽ അംരി, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അവൻ്റെ ആ പ്രവൃത്തിയെ ഇൻകാർ ചെയ്യണം, അതിനെ എതിർക്കണം. വലിയുൽ അംർ, ആ നാട്ടിലെ ഭരണാധികാരി, അദ്ദേഹം ശറഅ അനുസരിച്ച് വിധി പറയുന്ന ഭരണാധികാരി ഉണ്ടെങ്കിൽ ഇവനെ അദബ് പഠിപ്പിക്കണം. മസ്ജിദിൽ വന്ന് എന്ത് ചെയ്യണം, ജമാഅത്തായി നമസ്കരിക്കാൻ അവനെ അവളൊന്ന് പഠിപ്പിക്കണം. അതിന് വേണ്ടുന്ന ചില ചെറിയ ശിക്ഷാവിധികൾ വേണ്ടി അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, നിശ്ചയിക്കുകയും ചെയ്യാം. ഹത്താ യർജിഅ ഇലാ റുശ്ദിഹി, അവൻ ശരിയായ വഴിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മുസ്ലിം പറയുകയാണ്, അയ്യുഹൽ മുസ്ലിം, അല്ലയോ മുസ്ലിമേ, മക്കാനു സ്വലാത്തിൽ ജമാഅത്തി വൽ മസാജിദ്, ജമാഅത്തായി നമസ്കരിക്കേണ്ടത് മസ്ജിദുകളിലാണ്. ലിഇബ്ഹാരി ശആഇരിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ വലിയ ഒരു എന്താണ് അടയാളമാണത്, അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. വമാ ശുരിഅത്ത് ഇമാറത്തുൽ മസാജിദ് ഇല്ലാ ലിദാലിക്, മസ്ജിദുകൾ നിർമ്മിക്കപ്പെടാനും അത് പരിപാലിക്കാനും നിയമമാക്കിയിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, ആളുകൾ മസ്ജിദിൽ വന്ന് നമസ്കരിക്കാനാണ്. വഫി ഇഖാമത്തിൽ ജമാഅത്തി ഫീ ഗൈരിഹാ തഅ്തീലുൻ ലഹാ, മസ്ജിദിലല്ലാതെ മറ്റുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ ജമാഅത്ത് നമസ്കരിച്ചാൽ ഈ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ആ ലക്ഷ്യം എന്ത് ചെയ്യുന്നു, അതിന് വിരുദ്ധമാണത്, അത് മുടക്കാക്കപ്പെടുന്നു. അല്ലാഹു തആല പറയുന്നു, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാലി റിജാലുൻ, ചില പുരുഷന്മാരുണ്ട്, എന്താണ് അവർ ചെയ്യുന്നത്, അവർ അള്ളാഹുവിൻ്റെ ചില ഭവനങ്ങളിൽ അത് നിർമ്മിക്കാനും ഉയർത്തപ്പെടാനും അവിടെ അള്ളാഹുവിനെ സ്മരിക്കാനും തസ്ബീഹകൾ രാവിലെയും വൈകുന്നേരവും തസ്ബീഹകൾ പറയാനുമെല്ലാം അള്ളാഹു നിയമമാക്കിയിരിക്കുന്ന അവൻ്റെ ഭവനങ്ങളിൽ ചില പുരുഷന്മാരുണ്ട്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, അവരുടെ കച്ചവടങ്ങൾ, അവരുടെ കൊടുക്കൽ വാങ്ങലുകൾ അത് ചെയ്യുന്നില്ല. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ, അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട് അത് ചെയ്യുന്നില്ല, അവരെ അശ്രദ്ധമാക്കുന്നില്ല. ഇഖാമിസ് സ്വലാത്തി വ ഈതാഇ സക്കാ, നമസ്കാരം അവിടെ നിലനിർത്തുന്നതിനെ തൊട്ട് സക്കാത്ത് കൊടുക്കുന്നതിനെ തൊട്ട് എന്ത് ചെയ്യുന്നില്ല, അവർ അത് മുടക്കുന്നില്ല. അപ്പോൾ മസ്ജിദുകളിലാണ് എന്ത് ചെയ്യേണ്ടത്, അതിനു വേണ്ടിയിട്ടാണ് മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത്. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളുമെല്ലാം എന്ത് ചെയ്യുന്ന മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസത്തെ അവർ പേടിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു പ്രശംസിക്കുകയാണ് ഇവിടെ. മാത്രമല്ല മറ്റൊരായത്തിൽ കാണാം, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വ അഖാമസ്സലാ, അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ പരിപാലിക്കേണ്ടത് അള്ളാഹുവിൽ വിശ്വസിക്കുകയും ആഖിറത്തിൽ വിശ്വസിക്കുകയും നമസ്കാരം കൃത്യമായി നിലനിർത്തുകയും ചെയ്യുന്ന ആൾക്കാരാണ്. നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അത് മസ്ജിദുകൾ ജമാഅത്തായിട്ട് നിർവഹിക്കുന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ മസ്ജിദുകളിലാണ് എന്ത് ചെയ്യേണ്ടത്, അത്
അപ്പോൾ ഈ രണ്ട് ആയത്തുകളും ഇതിൻ്റെ ലക്ഷ്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതേപ്രകാരം അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറി നിൽക്കുക എന്നുള്ളത് എന്താണ്, അത് ആക്ഷേപകരമായ കാര്യമാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ട് ആയത്തുകളും പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. മസ്ജിദിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ജാറാണ്, അയൽവാസിയാണ്, അവന് മസ്ജിദിലല്ലാതെ നമസ്കാരമില്ലാതാണ്. അവൻ തൊട്ടടുത്തുള്ള ആളാണ്, വിളിച്ചാൽ ആദ്യം കേൾക്കുന്നവനാണ്. എന്നിട്ടും അവൻ എന്ത് ചെയ്യുന്നില്ല, വിളിച്ചിട്ട് പള്ളിയിലേക്ക് വരുന്നില്ല എങ്കിൽ അവന് നമസ്കാരമില്ല എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, വജാറുൽ മസ്ജിദി മൻ അസ്മഅഹുൽ മുനാദി റവാഹുൽ ബൈഹഖി ബിസ്നാദിൻ സ്വഹീഹ്. ആരാണ് മസ്ജിദിന്റെ ജാർ എന്ന് പറഞ്ഞാൽ? ഇവിടെ നിന്നിട്ട് വിളിച്ചാൽ എവിടേക്ക് കേൾക്കൂ അവിടെയുള്ള ആൾക്കാരാണ്. ഇവിടെ നിന്നിട്ട് വിളിച്ചാൽ എവിടേക്കാണോ കേൾക്കുന്നത് അവിടെയുള്ള ആളുകളൊക്കെ എന്താണ്, മസ്ജിദിന്റെ അയൽവാസികളാണ്. അവരെ വിളിച്ചാൽ എന്ത് ചെയ്തോളണം, ഉത്തരം നൽകിക്കൊള്ളണം എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇനിയും എന്ത് ചെയ്യുന്നുണ്ട് മുസന്നിഫ് റഹിമഹുല്ലാഹ് ചില വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങൾ യഥാർത്ഥം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.